ഹലോ ഫ്രണ്ട്സ്, ഞാൻ ആദം. വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 1933 തുടക്കത്തിൽ ജർമ്മനിയിൽ സമ്പന്നരും ശക്തരുമായ വ്യവസായ കുടുംബമായിരുന്നു എസൻബെക്കുകൾ. പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട നാസി സർക്കാരുമായി മനസ്സില്ലാ മനസ്സോടെ അവർ ബിസിനസ് ചെയ്യുവാൻ തുടങ്ങി. ഇന്നേ ദിവസം കുടുംബത്തിൻ്റെ എല്ലാമായ കുടുംബക്കാരനവരുടെ ജന്മദിന ആഘോഷമാണ്. ഈ നിമിഷം ഇളയ ചെറുമകൻ്റെ ഗംഭീരമായ വയലിൻ വായന ആനന്ദിക്കുകയാണ് കുടുംബം മുഴുവനും. ഏതാനും മിനിറ്റുകൾക്ക് ശേഷം അടുത്ത ചെറുമകൻ്റെ നൃത്ത പരിപാടികൾ നടക്കുന്നു. ചെറുമകൻ്റെ നൃത്ത പരിപാടികൾ കാണാൻ താല്പര്യമില്ലായിരുന്ന കാർണവറിൻ്റെ അടുത്തേക്ക് സുരക്ഷാ ഉദ്യോഗസ്ഥർ വരുന്നു. ഉടനെ തന്നെ കുടുംബം മുഴുവനും അവിടെ നിന്ന് എണ്ണിച്ച് അത്താഴത്തിനായി പോകുന്നു. ഈ സമയം മൂത്ത ചെറുമകൻ വളരെയധികം നാണം കെടുകയും അവൻ്റെ മനസ്സിൽ ആഴമായ പ്രതികാരമുണ്ടാകുകയും ചെയ്യുന്നു. ഇതൊന്നും മുഖത്തു കാണിക്കാതെ കാർണവർക്കും തൻ്റെ മാതാപിതാക്കൾക്കും ബാക്കിയുള്ള കുടുംബത്തോടൊപ്പം കാർണവറിൻ്റെ ജന്മദിന ആഘോഷത്തിലേക്ക് അവൻ പങ്കെടുക്കുന്നു. ആഘോഷങ്ങൾക്കിടയിലും കാർണവർക്ക് ഒറ്റ ലക്ഷ്യം ഭരണം പിടിച്ചെടുക്കുക എന്നതാണ്. അത് തൻ്റെ മൂത്ത മകൻ ബർണറിനെ ഏൽപ്പിക്കുന്നു. ആഘോഷങ്ങൾ കഴിഞ്ഞ് ബർണറും ഭാര്യയുമായി കാര്യപരിപാടികൾ സംസാരിക്കുന്ന നിമിഷം ബർണറിൻ്റെ മൂത്ത മകൻ കാർണവറിനോട് തൻ്റെ സങ്കടങ്ങൾ അറിയിക്കുന്നു. ചെറുമകനെ ആശ്വസിപ്പിച്ച് അപ്പനായ ബർണറിൻ്റെയും അമ്മയുടെയും അടുക്കിലേക്ക് അയക്കുന്നു. അവിടെ എത്തിയ അവനെ ബർണർ ഉപദേശിക്കുകയും പല അധികാരങ്ങൾ കൈമാറുകയും ചെയ്യുന്നു. പെട്ടെന്നാണ് അവിടേക്ക് സമരാനുഭാവിയായ ബർണർ പട്ടാളക്കാർ കാണാതെ വീട്ടിൻ്റെ പുറത്തേക്ക് പോകുന്നു. ആരും പ്രതീക്ഷിക്കാതെ ആ ദിവസം കാർണവർ കൊല്ലപ്പെടുന്നു. അടുത്ത റൂമിലിരുന്ന് ബർണറിൻ്റെ ഭാര്യയായ സോഫിയയും മകനായ മാർട്ടിനും തമ്മിൽ വലിയ ചർച്ചയാണ്. എങ്ങനെയെങ്കിലും കുടുംബത്തിൻ്റെ പൂർണ്ണ അധികാരം പിടിച്ചെടുക്കുവാൻ അവർ ശ്രമിക്കുന്നു. സോഫിയയുടെ മകനായ മാർട്ടിനെ കുടുംബം മുഴുവനും ഒരു മന്ദബുദ്ധിയായിട്ടാണ് കാണുന്നത്. എന്നാൽ ഇളയവനായ ഗാർട്ടർ വിദ്യാഭ്യാസ സമ്പന്നും അതുപോലെ തന്നെ കാര്യവിവരമുള്ളവനാണ്. അതുമൂലം കുടുംബത്തിലെ പല ഭാരിച്ച ഉത്തരവാദിത്തങ്ങളും അവനെ ഏൽപ്പിക്കുന്നു. ഇതുമൂലം മൂത്തവനും ഇളയവനും തമ്മിൽ വലിയ രീതിയിലുള്ള ഒരു ശത്രുത ഉണ്ടാകുന്നു. ഈ സമയത്ത് കുടുംബത്തിൽ മരുമക്കളായ സോഫിയയും എലിസബത്തും അവർ തമ്മിൽ ഉത്തരവാദിത്തങ്ങളും അധികാരത്തിൻ്റെയും പേരിലുള്ള സംസാരങ്ങൾ ഉണ്ടാകുന്നു. സോഫിയ രണ്ടും കൽപ്പിച്ചാണ്. സോഫിയയുടെ ഭർത്താവായ ഗാർട്ടർ യഥാർത്ഥത്തിൽ സോഫിയയുടെ ഭർത്താവല്ല, വിധവയായ സോഫിയയുടെ ഒരു അഡ്ജസ്റ്റ്മെൻ്റാണ് ഇത്. അതും തൻ്റെ കുടുംബത്തിൻ്റെ അധികാരം പിടിച്ചെടുക്കുവാൻ. പോകെ പോകെ സോഫിയ ഗാർട്ടറിനോട് തൻ്റെ ആഗ്രഹം പ്രകടിപ്പിക്കുന്നു. അത് സാധിച്ചു കൊടുക്കാമെന്ന് ഗാർട്ടറും ഉറപ്പ് നൽകുന്നു. പകരമായി തൻ്റെ ശരീരവും സ്നേഹവും ഉപകാരമായി നൽകാമെന്ന് സോഫിയയും ഉറപ്പ് നൽകുന്നു. അതിൻ്റെ ആദ്യപടിയായി ജക്കീമിൻ്റെ അനന്തരവനായ ഒരു പട്ടാള ഉദ്യോഗസ്ഥനുമായ ഒരു ചെറുപ്പക്കാരനുമായി സോഫിയ ചെങ്ങാത്തം കൂടുന്നു. ഹെൽമുട്ട് ഗ്രീമിൻ്റെ ആഗ്രഹവും സോഫിയയുടെ ആഗ്രഹവും ഒന്നായതുകൊണ്ട് സുന്ദരിയായ സോഫിയോടൊപ്പം നിൽക്കുവാൻ അവർ തീരുമാനിക്കുന്നു. സോഫിയയുടെ മകനായ മാർട്ടിനോട് കാര്യങ്ങൾ സംസാരിച്ച് കുടുംബത്തിൻ്റെ അധികാരമേശയിലേക്ക് അവർ എത്തുന്നു. കുടുംബത്തിൻ്റെ അധികാരം ആഗ്രഹിച്ച് കുടുംബങ്ങളെല്ലാം ഒരേ മേശയിൽ. ആരും വിട്ടുകൊടുക്കുവാൻ തയ്യാറാകുന്നില്ല. ബാർട്ടറും സോഫിയയും ഹെൽമുട്ട് ഗ്രീമും ഒരേ പക്ഷത്താണ്. ആകെ ഉള്ളത് ഇളയ മകൻ ഗുർദർ മാത്രമാണ്. പെട്ടെന്നാണ് ജാക്കിൻ്റെ മകൻ അവിടേക്ക് വരുന്നത്. ഒട്ടും പ്രതീക്ഷിക്കാതെ അയാളുടെ വരവ് ഗുർദറിന് ആശ്വാസമായെങ്കിലും മാർട്ടിന് അത് ഒട്ടും അംഗീകരിക്കുവാൻ കഴിഞ്ഞില്ല. പട്ടാളത്തിൻ്റെ വിപരീതപക്ഷമായതുകൊണ്ട് ജക്കീമിൻ്റെ മകന് അവിടെ നിൽക്കുവാൻ കഴിഞ്ഞില്ല. പെട്ടെന്ന് തന്നെ പുറത്തേക്ക് പോകുന്നു. പുറകെ ചെന്ന് ഗുർദർ അനുനയിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ഒരു ഫലവും ഉണ്ടാകുന്നില്ല. മാർട്ടിനും സോഫിയയും ചേർന്ന് ഗുർദറിനെ സഹായിക്കുന്നു, തൻ്റെ പക്ഷത്താകുവാൻ നിർബന്ധിക്കുന്നു. അതിൻ്റെ എല്ലാമിടയിലും ഹെൽമുട്ട് ഗ്രീം തൻ്റെ തന്ത്രപരമായ നീക്കങ്ങളും നടത്തുന്നു. കൗശലക്കാരനായ മാർട്ടിൻ ഏതു വിധേനയും എല്ലാ അധികാരവും അവന് വേണം. അതിൽ കുറഞ്ഞൊന്നും അവൻ ചിന്തിക്കുന്നില്ല. അതിനുവേണ്ടി അവൻ്റെ അമ്മയെ ലൈംഗികമായി ആക്രമിക്കുന്നു. അവൾ ഒരു മാനസികാവസ്ഥയിലേക്ക് വീഴുന്നു. എന്തു ചെയ്യണമെന്നറിയാതെ സോഫിയ ആകെ താളം തെറ്റുന്നു. തൻ്റെ മകൻ്റെയും ഹെൽമുട്ട് ഗ്രീമിൻ്റെയും കയ്യിൽ നിന്ന് രക്ഷപ്പെടുവാൻ തന്ത്രങ്ങൾ മെനയുവാനും ഒരു സഹായമില്ലാത്ത അവസ്ഥ. പെട്ടെന്ന് മാർട്ടിൻ അവിടേക്ക് കടന്നു വരുന്നു. ബാർട്ടറും സോഫിയയും വിവാഹം കഴിക്കുവാൻ പ്രേരിപ്പിക്കുന്നു. ബാർട്ടറും ആകെ പെട്ടുപോകുന്ന നിമിഷം
ഈ വിപുലമായ ആഘോഷമാണ് മാർട്ടിൻ അമ്മയ്ക്കും ബാർട്ടറിനും വേണ്ടി ഒരുക്കിയത്. പെട്ടെന്ന് മാർട്ടിൻ സയനൈഡ് ഗുളികൾ കഴിക്കുവാൻ അമ്മയ്ക്കും അച്ഛനും ഉത്തരവിടുന്നു. അവർ അത് സ്വമേധ കഴിക്കുകയും രണ്ടുപേരും തൽക്ഷണം മരിക്കുകയും ചെയ്യുന്നു. അതുമൂലം എസ്റ്റോബെക്കിൻ്റെ എല്ലാ സാമ്രാജ്യങ്ങൾക്കുള്ള പൂർണ്ണാധികാരം മാർട്ടിന് ലഭിക്കുന്നു. ശുഭം. ഇനിയും ഇതേപോലുള്ള നല്ല വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി.